അഹമ്മദാബാദിലെ ലക്ഷങ്ങളെ നിശബ്ദരാക്കുമെന്നായിരുന്നു. എന്നാൽ ഇതുകൂടി കാണുക. നിമിഷം ഒന്നുപോലും നിശബ്ദമാകാതെ അത് ആർത്തലച്ചുകൊണ്ടേയിരുന്നു. കാത്തിരിപ്പിന്റെ മുൾപാതകളിൽ വസന്തം വിരിഞ്ഞാൽ കനക കിരീടം ഇന്ത്യൻ തീരത്ത് തന്നെ. ഒരിക്കൽ ഒരു നാൾ ക്രൂശിത ശരങ്ങളേറ്റവന് ചുറ്റുമൊരു പ്രഭാവലയമുയരും. അവിടെ അവൻ ശിരസ്സുയർത്തി അതിന് മറുപടി നൽകും. എഴുതിത്തീരാത്തൊരു ഇന്ത്യൻ കാവ്യം എഴുതാൻ പുസ്തകത്താളിൽ ഒരു ഏടുകൂടി കാലമങ്ങനെ കാത്തുവെച്ചിരുന്നു. ദൈവത്തിന്റെ നാട്ടിൽ ഈ നിയോഗത്തിനൊരു മനുഷ്യൻ ഹൃദയവാതിൽ തുറന്ന് കാത്തിരുന്നു. അങ്ങ് ദൂരെ അഹമ്മദാബാദിലെ ഗാലറിയിൽ ആ പേരാർത്തലച്ചു. അതെ, നമ്മുടെ സഞ്ജു. വിൻഡീസിൽ അസ്തമിക്കേണ്ടിയിടത്തു നിന്നൊരു വെളിച്ചമായതാണ് ആദ്യം. ഇംഗ്ലണ്ടിനുമേൽ സംഹാരമാടിയിട്ടും അടങ്ങാതെ അവൻ കാത്തിരുന്നു. ഒടുവിൽ ഈ കയ്യെത്തുമകലെ ആ കിരീടത്തിനായി ഒരിക്കൽ കൂടി ആ മനുഷ്യൻ മൈതാനത്തേക്ക്. ഇനി ആ സംശയത്തിന്റെ കണ്ണുകൾ അവനുമേലാകരുത്. വിശ്വം ജയിച്ചിന്റെ ക്രിക്കറ്റ് ലോകം വെട്ടിപ്പിടിച്ചാൽ അതിലവന്റെ വിയർപ്പിന്റെ നാളങ്ങൾ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. അഹമ്മദാബാദിൽ അന്തിമ കാഹളം മുഴങ്ങി. സഞ്ജുവും അബിയും ചേർന്ന് എത്ര കൊതിച്ചതാണ് ഇതുപോലൊന്ന്. എല്ലാം കരുതി വെച്ചത് അടങ്ങാത്ത അലയൊലികൾ ഉയരുന്ന കലാശപ്പോരിലേക്കാണ്. ഇടംബലം കൈക്കരുത്താൽ കൊട്ടിഘോഷിച്ചെത്തിയവരെ എത്ര അനായാസമായാണവർ നീലക്കടലിലേക്ക് പറഞ്ഞയച്ചത്. ഹെൻറിയും ഫെർഗ്യൂസനും സാന്യറും നേർത്തൊരു പ്രതീക്ഷയ്ക്കായി കിണഞ്ഞു ശ്രമിച്ചതാണ്. പവർ പ്ലേയിൽ പടുകൂറ്റൻ സ്കോർ ഉയർത്തിയാണ് സഞ്ജുവും അഭിഷേകും പിരിഞ്ഞത്. അബിയുടെ ആ അർദ്ധശതകം വിമർശനങ്ങളിൽ തളരാതെ ഈ ദിനത്തിലവൻ നിറഞ്ഞാടി. കിഷനും സഞ്ജുവും ചേർന്ന് പിന്നെ അങ്ങോട്ടെല്ലാം ഇന്ത്യ എഴുതിയ തിരക്കഥ പോലെ പ്രതീക്ഷകളായി. ചടുലമാർന്നൊരു ക്രിക്കറ്റ് വശ്യതയിൽ ഇഷാൻ സഞ്ജു മാസ്മരികം. കോരിത്തരിച്ച ഗാലറിയിൽ ലക്ഷങ്ങൾ ഇളകിയാർത്താൽ ഇന്ത്യൻ മണ്ണാണിവിടം ക്രിക്കറ്റ് വിപ്ലവം വിരിയുന്നിടം. 54മായി കിഷന്റെ വെടിക്കെട്ടിന് തിരികൊളുത്തി മൂളിപ്പറന്ന പന്തുകൾ ആകാശമുയരെ ഇന്ത്യൻ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടേയിരുന്നു. ഇന്ത്യയൊരിക്കൽ കിരീടപ്രഭയാൽ ജ്വലിക്കുന്നിടത്ത് അതിലൊരു അമരക്കാരനായി സഞ്ജു ഉണ്ടാകണമെന്നതായിരുന്നു ജീവിത സാഫല്യം. അതത്രയും ഈ ജന്മം നമുക്കായി സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അഭിമാനമാണ് സഞ്ജുവിൽ കണ്ടത്. നിങ്ങൾക്കായി നിങ്ങൾക്കൊപ്പം ഹൃദയത്താൽ സഞ്ചരിച്ചവരാണ് ഞങ്ങൾ. നിന്റെ വിജയമത്രയും അനശ്വരമായൊരു സുവർണരാവ് ഉദിക്കുമെന്ന് ഇതാ കണ്ണും മനസ്സും നിറച്ചത് കണ്ടു തീർത്തു. സൂര്യനും ഹാർദിക്കും നിരാശരാക്കിയപ്പോൾ ഒടുവിലെ ആ ദുബൈയുടെ ആകാശ കാഴ്ചകളിൽ ഫൈനലിൽ ആരും കൊതിക്കുന്നൊരു 255. സെഫേർട്ടിന്റെ അർദ്ധശതകം ഇന്ത്യയെ വിറപ്പിക്കാൻ പോന്നതായതേയില്ല. അക്സറിന്റെ വരവിൽ അലനെന്നൊരു കൂറ്റനടിക്കാരൻ മടങ്ങി. പിന്നെയെല്ലാം ഫൈനൽ പോരിൽ ഒരു ഏകപക്ഷീയതയുടെ നിഴൽ ചിത്രം എന്ന പോൽ അനായാസമത്രയും ഇന്ത്യ വെട്ടിപ്പിടിച്ചു. വീണ്ടും ഒരു ബുംറയുടെ മാന്ത്രിക വിരലുകളാൽ 4 വിക്കറ്റുകളാണ്. 43മായി ഒരു സാന്നർ. കിവികൾ കോർക്കാൻ മറ്റൊന്നും ബാക്കിയാക്കാതെ ഇന്ത്യ അതങ്ങ് തീർത്തു. 96 റൺസിന്റെ ഒരൊന്നൊന്നര വിജയത്തിളക്കത്തിൽ വിയർപ്പ് തുള്ളികൾ നെയ്തെടുത്ത ജേഴ്സിയിലൊരു 3ാം നക്ഷത്രം തിളങ്ങി. തുടർച്ചയായി 2ാം കിരീടമെന്നൊരു ചരിത്രത്താളുകൾ രചിച്ച് ഇന്ത്യയാകെ ആഘോഷരാവു പിറന്നു. അന്നൊരു രോഹിത്തും ധോണിയും ഉയരങ്ങൾ ഉയർന്നു കണ്ട കാഴ്ചകളിൽ ഇന്നവരും ഗാലറിയിൽ സാക്ഷിയാണ്. ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യ മഹാരാജ്യം വെട്ടിപ്പിടിച്ചൊരു കനകസിംഹാസനമാണ്. ടൂർണമെന്റിലെ തന്നെ താരമായി സഞ്ജുവിന്റെ ചിരിവിടർന്ന മുഖം കണ്ടു. വൈകാരികമായ അവനോടൊന്ന് ഹൃദയം തുടിച്ചു. എന്തൊരു കാഴ്ചയാണിത്! കാണാൻ കൊതിച്ചതെല്ലാം വൈരം പാകിയ ഒരു സ്വർഗം തീർത്തവൻ അതവന്റെ സാമ്രാജ്യത്തിനായി നൽകി. ഇനി എത്ര ക്രിക്കറ്റ് കാലം കണ്ടു തീർത്താലും ഹൃദയത്തിന്റെ അങ്ങേയറ്റത്ത് നിങ്ങൾക്കായി ഇന്ത്യയൊരു ഇരിപ്പിടമൊരുക്കും. കാലചക്രം എത്ര കടന്നാലും അത് വിശ്വവിഖ്യാതമായൊരേടായി ഇന്ത്യൻ മണ്ണിൽ അവശേഷിക്കുക തന്നെ ചെയ്യും.